ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 63, ഡേ 62. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡെഡ് ആയ ഒരു കണ്ടന്റിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ആ ഒരു കണ്ടന്റ് അവിടെ ഇനിയില്ല. ജിസൈൽ ആര്യന്റെ ആ ഒരു ഇഷ്യൂ അത് നാളെ തൊട്ട് അതൊരു ഡെഡാണ് ആ കണ്ടന്റ്. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അതെടുത്ത് ചർച്ച ചെയ്തിട്ട് എന്ത് തേങ്ങയാണ് ബിഗ് ബോസിന് കിട്ടാൻ പോകുന്നതെന്ന് നോ ഐഡിയ. പിന്നെ ഇവറ്റകളുടെ ഫുഡിനുള്ള അടി, എന്തോന്നാണ് ഇത്? ഒരു അലച്ചാതി വരുത്ത കുറെ കണ്ടസ്റ്റൻസ്, ഇതിങ്ങനെ തന്നെ പറയണം, അലച്ചാതി വരുത്ത കണ്ടസ്റ്റൻസ്. ഇത്രയും ഒരു ഫുഡിനോട് റെസ്പെക്ട് കൊടുക്കാത്ത, ഒരു മിനിമം മാനേഴ്സ് കീപ്പ് ചെയ്യാത്ത ഒരു ഷോ ആണ് ഇത്, നാട്ടുകാർ കാണുന്നതാണെന്ന് പോലും അറിയാത്ത കുറെ അലവലാതി കണ്ടസ്റ്റൻസ്. എന്തോ പറയാനേ പറ്റുകളെ, ഒരു നാണവുമാനവും ഇല്ലാത്ത കുറെ എണ്ണം. ലാലേട്ടൻ ഒരു കേക്ക് കൊടുത്ത് അതിനെ അളിച്ചു കുളിച്ചത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. അയ്യയ്യേ, ഇതിലും ഭേദം അംഗനവാടി പിള്ളേർക്ക് കൊടുത്ത് അവര് അന്തസ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് സർവ് ചെയ്യും. ഇത് 10-12 പേരെങ്ങാണ്ടേ ഉള്ളു. എത്ര പേരുണ്ടെന്ന് കൃത്യം അറിയില്ല. എത്ര പേരുണ്ട് ഇപ്പം ഒത്ത. ഇവർക്ക് ആ ഒരു വലിയ കേക്ക് ഞാൻ പണയുന്നില്ല കൂടുതലൊന്നും. വെറും അലമ്പ് ടീംസ്, കച്ചറകൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നൊരു കച്ചറകളുടെ വേറെ വേറെ തലങ്ങളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം ഗൈസ്. ആദ്യം തന്നെ ലാലേട്ടൻ വന്നിട്ട് ഇവർക്കൊരു മോർണിംഗ് ടാസ്ക് എന്തോ കൊടുക്കുമായിരുന്നു, ബിഗ് ബോസിനെ പറ്റിയുള്ള ഇവരുടെ അഭിപ്രായം, പോസിറ്റീവ് നെഗറ്റീവ്സും പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ പലരും എഡിറ്റ് ചെയ്തിട്ട് ബിഗ് ബോസിന്റെ പല നെഗറ്റീവ്സും പറയും. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് അനുമോളെ പൊക്കും. അനുമോള് പറയുന്ന റീസൺ എന്താന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഫേവറിറ്റിസം കാണിക്കുന്നു, നെവിനോടൊക്കെ ഫേവറിറ്റിസം കാണിക്കുന്നത് എന്നാണ് അനുമോള് പറയുന്നത്. അപ്പൊ ലാലേട്ടൻ ബിഗ് ബോസും പറയുന്നുണ്ട്, ബിഗ് ബോസിന് ഒരു തരത്തിലുള്ള ഫേവറിറ്റിസം ഇല്ല, എല്ലാവരും ഒരുപോലെയാണ് ഞാൻ കാണുന്നത്, എല്ലാവരും ഒരുപോലെയാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ്. ബിഗ് ബോസ് ഫേവറിറ്റിസം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറിറ്റിസം ഒന്നും അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ബിഗ് ബോസിന് ആരെങ്കിലും കോണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ മാക്സിമം ചൂഷണം ചെയ്യാറുണ്ട്. അവരുടെ കണ്ടന്റ് ഇട്ട് ഓടിച്ചോടിച്ച് പിഴിഞ്ഞെടുത്ത്, നമ്മളില്ല ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ മറ്റേ കരിമ്പും ജ്യൂസ് എടുക്കത്തില്ലയോ, ആ കരിമ്പും ജ്യൂസ് അതിനകത്ത് കുത്തി അതിനകത്തോട്ട് കയറ്റി അതിന്റെ ചണ്ടി വരെ എടുത്ത് പിന്നെ അതിനകത്തോടെ കുത്തി കയറ്റി അതിനകത്ത് ഒന്നിരിക്കും നീച്ചയും കൂടെ അതിനകത്ത് പിടിച്ചിട്ട് തേനീച്ചയും കൂടെ പിടിച്ചിട്ട് കുത്തി കയറ്റി എടുത്തെടുത്ത് അതിന്റെ ആത്മാവ് എടുത്തിട്ട് കളയുന്ന പരിപാടി ഉണ്ട്. ആ ഒരു പരിപാടി ബിഗ് ബോസ് ചെയ്യാറുണ്ട്. അന്നേരം നമുക്ക് തോന്നും ഈ ഒരാടെ കോണ്ടന്റ് മാത്രമാണ് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, ഇവരോട് ബിഗ് ബോസിന് ഇച്ചിരി ഫേവറിറ്റിസം കൂടുതലാണെന്ന്. പക്ഷേ ബിഗ് ബോസ് അവിടെ ഫേവറിറ്റിസം കാണിക്കുന്നതല്ല. അത് ബിഗ് ബോസിന് അവരാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ കോണ്ടന്റ് അന്നദാതാവ്. അപ്പൊ അവരെ തള്ളി വിടുന്നതാ. പിടി കിട്ടിയോ? പിന്നെ ചില കണ്ടസ്റ്റൻസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എവിക്ഷൻ ഒക്കെ ഒഴിവാക്കാറുണ്ട് ചില സമയങ്ങളിൽ. അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് ഫേവറിറ്റിസം എന്ന് വിളിക്കാൻ പറ്റത്തില്ലെങ്കിലും അവരുടെ നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമായതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ ഉടായ്പ പരിപാടികൾ ബിഗ് ബോസ് ചെയ്യാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒരാളടുത്ത് അങ്ങനെ ഫേവറിറ്റിസം കാണിക്കുന്ന പോലെ പ്രത്യേകിച്ച് ഈ സീസണിൽ എനിക്ക് തോന്നിയിട്ടില്ല. അനുമോള് ഫേവറിറ്റിസം കാണിക്കുന്നു എന്ന് പറഞ്ഞത് ബിഗ് ബോസിന് കൊണ്ടു എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. കുഴപ്പമില്ല, കൊണ്ടോട്ടെ. നെവിൻ പറയുന്നത് വലിയൊരു ഡൈനിങ് ടേബിൾ ബിഗ് ബോസ് കൊടുത്തിട്ട് ബിഗ് ബോസ് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എവനും ഫുഡ് രാവിലെ എണീക്കുമ്പോ ഫുഡ് പച്ചക്കുതിരി ദിലീപിന്റെ ഫുഡ് ഇങ്ങനെയാണ്. എന്റെ പൊന്നി, ഇവൻ എന്തിനാടാ, നീ എന്തിനാ അതിന്റെ അകത്തോട്ട് പോയത്? വല്ല തീറ്റ മത്സരത്തിന് പോകണവന്മാരൊക്കെ ഇതിനകത്തോട്ട് വന്ന് വിളിച്ച് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവന് വേണ്ടി സെപ്പറേറ്റ് റേഷൻ വെക്ക്, വല്ല VPL APL കാർഡൊക്കെ കൊടുത്തതിനകത്ത്. എന്റെ പൊന്നരാ, എന്തോന്നാണ് ഇതൊക്കെ? ഫുഡ് രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മുടെ ഫുഡ്. ലാലേട്ടൻ വരെ ഇപ്പൊ 2ാമത്തെ എപ്പിസോഡിലാ വന്ന് പറയുന്നത്, ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ വണ്ണം വെച്ച ഇവനാ. നിന്റെ നിങ്ങളും വന്ന് പറഞ്ഞു ഫുഡിനകത്ത് മാത്രമാണ് കോൺസെൻട്രേഷൻ എന്ന്. പാട്ടുകാരും വന്ന് പറയുന്നു ഫുഡിനകത്ത് മാത്രമാണ് കോൺസെൻട്രേഷൻ എന്ന്. പിന്നെ അന്ന് രാത്രിയിൽ അവിടെ ഇരുന്നിട്ട് ഇച്ചിരി പ്രൈവസി ബിഗ് ബോസ് ലേഡീസ് ടോക്ക് അത് വളരെ ഒളിഞ്ഞു നോക്കുന്ന എന്തിനാന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിനെ ട്രോളുന്നുണ്ടായിരുന്നു. അന്ന് ബിഗ് ബോസ് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു, മൈക്ക് ഇട്ടിട്ടുള്ള പ്രൈവസിയൊക്കെ മതി നിനക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ബിഗ് ബോസ് അടിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കൊരു ഫണ്ണായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊരു രസമായിരുന്നു ആ ഒരു മൊമെന്റ്, ബിഗ് ബോസിന്റെയും ഇവരുടെയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. പാട്ടാ ഗേൾസ് എന്നല്ലോ പറയുന്നത്, പാട്ടാ ഗേൾസ്, പാറ്റയാണോ അതിന്റെ പാറ്റാ ഗേൾസിന്റെ ഇന്ററാക്ഷൻ, സംഭവം നൈസായിരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് നിങ്ങൾക്ക് ഫണ്ണാക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തു ആണോ എന്ന് ലാലേട്ടൻ തിരിച്ചപ്പോ ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു ലാലേട്ട, ഫണ്ണാക്കിയല്ലേ ഉള്ളു, അങ്ങനെ ഒരു വിലയും അവിടെ ഇല്ല. ഇത്രയും സീസൺ ഇടയിൽ ബിഗ് ബോസിന് ഒരു വിലയും കൊടുക്കാത്ത കണ്ടസ്റ്റൻസ് ഇവരാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനെ തഴഞ്ഞിട്ടുള്ള, അങ്ങനെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകാൻ പോലും സമ്മതിക്കൂല. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു അലമ്പ് പരിപാടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വിളിച്ചു ഇവിടെ
പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പൊ രണ്ടുപേരാന്ന് തോന്നുന്നു ബിഗ് ബോസ്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഒക്കെ മാറുന്നുണ്ട്. ഇപ്പൊ ഷിഫ്റ്റിന് കാര്യം ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്നെന്തോ. അക്ബർ എണീറ്റ് എന്നിട്ട് പറയുന്നത് ബിഗ് ബോസ് ഒരു സാഡിസ്റ്റ് ആണെന്നാണ്. അതായത് എന്ന് വെച്ചാൽ അടി ഉണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ട് അടി കൂടാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് തരുന്നു. അപ്പൊ ലാലേട്ടൻ ഒന്ന് പറയുന്നുണ്ട്, അടി കൂടാൻ വേണ്ടിയിട്ടല്ലല്ലോ ടാസ്ക് തരുന്നതെന്ന്. എന്റെ പൊന്ന ലാലേട്ടൻ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ വട്ടത്തിലും ത്രികോണത്തിലും അതിനെ ന്യായീകരിക്കാൻ നോക്കിയാലും ബിഗ് ബോസ് ഷോ അങ്ങനെയാണ്. രണ്ടവന്മാർ തമ്മിൽ നല്ല രമ്യതയിൽ പോവുകയാണെങ്കിൽ അവന്മാർ ഇടയ്ക്കോട്ട് എന്തെങ്കിലും എടുത്തിട്ട് കൊടുത്ത് അവിടെ അടി ഉണ്ടാക്കും, അടി പൊട്ടിക്കും, ഉറപ്പാണ്. ആ രീതിയിലുള്ള ടാസ്ക് അവരിനി എങ്ങനെയൊക്കെ ഇണപിരിയാത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പായിട്ട് കുത്തിക്കയറ്റി അടി ഉണ്ടാക്കും. ഇതാണ് ബിഗ് ബോസ് ഷോ. അല്ലാതെ അഖിൽമാരാരുടെ സീസണിൽ അഖിൽമാരാർ പറഞ്ഞ പോലെ നമ്മളൊക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ ഇവിടെ വളരെ സമാധാനമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കുന്നില്ല. നമ്മളിവിടെ അടി ഉണ്ടാക്കണം, കരയണം, ബഹളം വെക്കണം, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ഇതാണ് ഈ ഷോയ്ക്ക് വേണ്ടതും. അടി ഉണ്ടാകുമ്പോഴേ ഷോയ്ക്ക് റേറ്റിംഗ് കയറത്തോളൂ. അത് ബിഗ് ബോസിന് അറിയാം, ബിഗ് ബോസിന്റെ നടത്തിപ്പുകാർക്കും എല്ലാവർക്കും അറിയാം. അപ്പം അടി പൊട്ടിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനകത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള, കണ്ണീര് വീഴ്ത്തിക്കാനുള്ള എല്ലാ പരിപാടിയും ബിഗ് ബോസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് ഷോ. അതിന് ലാലേട്ടൻ വന്നിട്ട് അയ്യോ അടി ഉണ്ടാക്കില്ല, അങ്ങനെ കാര്യമില്ല, ചുമ്മാ വന്നിട്ട് പറയാൻ കാര്യമില്ല. തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇവരെ കൊണ്ട് അടി ഉണ്ടാക്കിക്കും. എന്നിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ലാലേട്ടനെ കൊണ്ട് എന്തിനാണ് നീയൊക്കെ അടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് ഇവരെ തീത്തൊള്ളിപ്പിക്കും. ഇതാണ് സത്യത്തിൽ ബിഗ് ബോസിന്റെ ഒരാഴ്ച നടക്കുന്ന പരിപാടി. സെയിം പരിപാടി. ഇവരെ കൊണ്ട് അടി ഉണ്ടാക്കിക്കുന്നതും ബിഗ് ബോസ്, എന്നിട്ട് കൊണദോഷിക്കും, ലാലേട്ടനെ കൊണ്ട് കൊണദോഷിപ്പിക്കുന്നത് ബിഗ് ബോസ്. ഇതാണ് ബിഗ് ബോസിന്റെ പരിപാടി. ഇത് അക്ബറിന് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. ലാലേട്ടന് ഏതൊക്കെ രീതി, അത് ലാലേട്ടന് അറിയാം. ലാലേട്ടൻ പിന്നെ തള്ളി പറയാൻ പറ്റത്തില്ലല്ലോ, ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയി പോയില്ലേ. പിന്നെ ലക്ഷ്മി പറയുന്ന കുറ്റം ബിഗ് ബോസ് മോനെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവർക്ക് കുറച്ച് നിയമ കുരുക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് മോനെ അകത്തോട്ട് പ്രവേശിപ്പിക്കാതിരുന്നത് എന്നാണ്. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല, ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഇവർ രണ്ടുപേരുമാണ്, ഇവർക്ക് രണ്ടുപേരും കുഴപ്പമില്ല ആ കുഞ്ഞ് അകത്തോട്ട് വരുന്നത്. പിന്നെ ആർക്കാണ് കുഴപ്പം? അയാൾ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ബിഗ് ബോസിന്. എന്നിട്ടും ബിഗ് ബോസ് അതിന്റെ അകത്തോട്ട് കടത്തിയില്ലെങ്കിൽ എന്തോ അറിയില്ല, നോ ഐഡിയ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ട് നേരത്തെ ലക്ഷ്മിയേക്ക് എന്തോ വിശ്വസോ അങ്ങനെ എന്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഓണത്തിന്റെ വിശ്വസ് ഒക്കെ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുഞ്ഞിന്റെ വീഡിയോ എടുത്ത് ഇതിനകത്ത് പ്ലേ ചെയ്ത് നാട്ടുകാരെ കാണിക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഹസ്ബൻഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ കുഞ്ഞിന്റെ വീഡിയോ എടുത്ത് ബിഗ് ബോസിനകത്ത് ഇട്ട സമയത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ആ ഒരു ഹൗസിനകത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി അത് സമ്മതിച്ചില്ല. മേ ബി അറിയില്ല എന്താണ് ഇവിടെ ഉണ്ടായ പ്രശ്നമെന്ന്. ലീഗൽ ഇഷ്യൂസ് എന്നാണ് മാത്രമാണ് ഇവർ പറഞ്ഞേക്കുന്ന അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. നോ ഐഡിയ, എന്തൊരു പാണ്ടാരെങ്കിലും ആവട്ടെ അല്ലെ. അതിനുശേഷം ഈ ഫാമിലി മെമ്പേഴ്സ് അകത്തോട്ട് വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയാണ് ചോദിക്കുന്നത്. അനീഷിന്റെ, ഷാനവാസിന്റെ അങ്ങനെ അതിനകത്തൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ജിസേലിനോട് ചോദിക്കുന്നത് ജിസേലിനോട് എണീറ്റ് എന്ന് പറയും മമ്മി എന്നെ കുറെ വഴക്ക് പറയും, എന്നെ പറ്റി ഒരു നല്ലത് കാര്യം പോലും പറയത്തില്ല, ആ തള്ള എന്നെ അപരാധിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് വന്നതുപോലെയാണെന്നാ തോന്നുന്നത്. പൊന്നമ്മ പൊളിയാ. പൊന്നമ്മയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നത്. ഇതിലൊന്നും വരണ്ടായിരുന്നു. ആ നൂബിന് പകരം പിന്നീട് ഹസ്ബൻഡിന് പകരം 7 ദിവസം പൊന്നമ്മ ചേച്ചിയെ വിളിച്ച് അതിന്റെ അകത്ത് നിർത്തിയായിരുന്നെങ്കിൽ തലകുത്തി നിർത്തിയിട്ട് പോയനെ, സൂപ്പറാക്കി തന്നിട്ട് പോയത്. ചേച്ചി അവിടെ 2 മണിക്കൂറൊക്കെ വന്നപ്പോ തന്നെ അവിടെ തകർത്ത്. പിന്നല്ല ആരിനൊക്കെ മുണ്ടും പിറക്കി ഓടി തന്നെ ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി എടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാവരെയും അമ്പലപ്പുഴയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അതെ, വളരെ സന്തോഷം. ലക്ഷ്മിയുടെ സ്റ്റാൻഡൊക്കെ മാറി കേട്ടോ. ഇപ്പൊ വീട്ടിൽ കയറ്റും, അതിലെ 100 ഇപ്പൊ വീട്ടിൽ കയറ്റും. കഴിഞ്ഞ ദിവസം എന്താ ലൈവിന് അതൊന്നും ബിഗ് ബോസ് എന്താണ് കാണിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലക്ഷ്മി ഇപ്പോഴും ആ പഴയ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ലൈവില്, അതിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് അന്ന് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞ സമയത്ത് അത് അന്ന് അതിന്റെ ഒരു ഇതിനകത്ത് പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ കയറ്റുന്ന കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട്. ഇപ്പൊ ലക്ഷ്മിക്ക് വീട്ടിൽ കയറ്റുന്ന കുഴപ്പമൊന്നുമില്ല. അന്ന് മറ്റേ വലിയ റീലൊക്കെ ഇട്ട് ഇല്ല മിന്നല് പോലെ കടിക്കൂടി ഇങ്ങനെ മിന്നല് വരുന്ന റീല്, ലക്ഷ്മി പെണ്ണ് അയ്യോ ഈഗോ ഹേർട്ട് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ബീജമം കയറ്റി വന്ന് ഇട്ടവന്മാരൊക്കെ എവിടറാ നീയൊക്കെ ഇവിടെ സ്റ്റാൻഡ് എത്ര ഉണ്ടെന്ന് എണ്ണ തുടങ്ങി കഴിഞ്ഞാല് ഒറ്റ വരയിട്ട ബുക്ക് 10 മേടിച്ച് കുത്തിയിരുന്ന് എണ്ണേണ്ടി വരും. മനസ്സിലായോ? അത്രയ്ക്കുണ്ട് സ്റ്റാൻഡ് ചേച്ചിയുടെ. അത് കഴിഞ്ഞിട്ട് അനുമോൾ എടുത്ത് ചോദിക്കുന്നത് വീട്ടുകാരെല്ലാണ്ട് ഒന്നും ചെയ്യുന്നോ കരയുന്നത് കാര്യം. അമ്മ വന്നിട്ട് കരയല്ലേ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് എന്റെ വീട്ടില് എന്റെ അമ്മ ഇമോഷനാണ്, എന്റെ അച്ഛൻ ഇമോഷണലാണ്, ഞാൻ ഇമോഷണലാണ്, ഞങ്ങൾ 3 പേര് ഇമോഷണല്ല. അതിനകത്ത് കൂടുതൽ ഇമോഷണൽ അമ്മയാണ്. അതൊരു പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ കരച്ചില്. നമ്മൾ കളിയാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അതിനുശേഷം ആദ്യം നൂറെടുത്ത് ചോദിക്കുകയാണ് അവരുടെ ഫാമിലീസ് ഒന്നും വന്നിട്ടില്ല. അവരുടെ ഫ്രണ്ട്സ് ദിയാ സുനയും മറ്റേ ജാസ്മിൻ മൂസ അവർ രണ്ടുപേരോടാണ് വന്നത്. ഇവർ വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. മോന്ത കണ്ടായിരുന്നല്ലോ, ഇവരായിരുന്നു എന്നും പറഞ്ഞൊരു മൈൻഡ് സെറ്റിലാണ് ആദിലെന്ന് പറയുന്നത്. ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ടാസ്ക് ചെയ്യുന്ന സമയത്ത് പോലും ഇവളുമാരെ കാണാൻ ടാസ്ക്
ടാസ്ക് നമ്മൾ കുത്തിന്ന് കഴിഞ്ഞിട്ട് പയ്യൊക്കെ ചെയ്ത് തീർത്താൽ മതി എന്നുള്ള സെറ്റപ്പിലാണ് അതിന് 100 ചെയ്ത് തീർത്തത് തന്നെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടുകാരൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇവരെ ആയിരുന്നു. ബാക്കി കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന ഒരു അറ്റൻഷനേക്കാൾ കൂടുതൽ ആദിലയ്ക്കും 100ക്കും അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ 100 എടുത്ത് എല്ലാവരും പോയിട്ട് ഒരു അഡോപ്റ്റഡ് ചൈൽഡ് എന്നുള്ള ഒരു സെറ്റപ്പിൽ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ആരിന്റെ അമ്മയാണ് ആ കൂട്ടത്തിൽ വളരെ ജെന്യുവനായിട്ട് ഇവരെടുത്ത് ആ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ എല്ലാവരും വന്നിട്ട് വളരെ കാര്യത്തോടെയാണ് ഇവരെ കണ്ടത്. ഇതെങ്കിലും കണ്ടിട്ട് ഇവരുടെ വീട്ടുകാരൊക്കെ മനസ്സലിഞ്ഞ് ഒന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തിനാ ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ് പോകുന്നത്, മക്കള് എക്സെപ്റ്റ് വീട്ടിൽ കയറ്റാൻ തോന്നി പിന്നല്ലേ എന്തോ പറയാനൊക്കെ. അപ്പൊ നെവിൻ എന്ന് പറയുന്നുണ്ട് എന്റെ വീട്ടുകാർ വന്നിട്ട് അനിയത്തി വന്നിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഫുഡ് മാത്രമാണ് ജീവിതം, ഫുഡിലേക്ക് മാത്രം കളി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു, അതെനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ലാലേട്ടാ എന്ന് നെവിൻ പറയുന്നത്. അത് ലാലേട്ടൻ പറയുന്നുണ്ട് എടാ പോലെ അത് ആ കൊച്ചു മാത്രമല്ല എല്ലാവരും ഇതിനെപ്പറ്റി പറയുന്ന കംപ്ലൈന്റ് എന്താണ്, ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഇവന് മനസ്സിലാവുന്നില്ലടാ മോനെ, നീ നിന്റെ ശരീരത്തിലോട്ട് നോക്കൂ, വയറുതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, മനസ്സിലായോ? ഡബിൾ ചിന്നൊക്കെ താപ്പോട്ട് വരുന്നുണ്ട്, നീ മാത്രമേ അവിടെ തുടർന്ന് കൂടുതൽ സുഞ്ചര കുട്ടപ്പനായുള്ളൂ. ഷാനോസിന്റെ കഴുത്തിലെ തൊലിയൊക്കെ ഞാൻ ഒരാമാരുടെ ഒക്കെ ഷഡ്ഡി വരെ ഇവിടെ ലൂസായി, നീ അന്നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുക. ആരെടുത്ത് പറയാൻ ആരോട് പറയാൻ, അവന് ഫുഡ് കണ്ട ഭ്രാന്ത, അത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ട് ഷാബുമാൻ ഇവനെ സമ്മതിക്കണം കേട്ടോ, ഇവനായിട്ട് ഒരു ജനിക്കണം, ഒരു പണി എടുക്കാതെ പൈസ ഉണ്ടാക്കുന്ന ഒരുത്തൻ. നമ്മളൊക്കെ സ്വപ്നം കണ്ട ഒരു ജീവിതമാണ് അവൻ അതിന്റെ അകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമാണ് ഇവനെ നമ്മൾ കാണുന്നത്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ ദിവസങ്ങളിൽ നമ്മൾ ഇവനെ കാണാറില്ല. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഷാബുമാൻ എന്ന് വിളിക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു പ്രത്യേക ഒരു ജീവിയാണ് ഷാബുമാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവന് ഓരോ ദിവസവും പേയ്മെന്റ് ഉള്ളതാണ്. ഓരോ ദിവസവും ക്യാമറയുടെ മുന്നിൽ വരണ്ട, ഒന്ന് അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല, അടുത്ത് വഴക്കുണ്ടാക്കേണ്ട ഒന്നും. ഞാൻ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ബീൻ ബാഗിനകത്ത് ഇങ്ങനെ മലന്ന് കിടന്നാൽ മതി, എല്ലാ ദിവസവും പേയ്മെന്റ് കിട്ടും. എന്ത് നല്ല ജീവിതം! നമ്മളൊക്കെ സ്വപ്നം കണ്ട ജീവിതത്തിലൂടെയാണ് സാബുമാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സാബുമാന്റെ അപ്പം വന്നതിനെ പറ്റി സാബുമാൻ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരന് സാബുമാൻ IAS എഴുതിയെടുത്ത പോലുള്ള ഒരു സന്തോഷമായിരുന്നു ബിഗ് ബോസിൽ കയറിയപ്പോ എന്നാണ് സാബുമാൻ പറഞ്ഞത്. അതിനേക്കാളും അത്ഭുതമാണ് നീ ഞങ്ങൾക്ക് ഇങ്ങനെയും ബിഗ് ബോസിൽ ഇങ്ങനെയും സർവൈവ് ചെയ്യാം. കാര്യം ഇന്നും അവൻ സേവ്ഡ് ആണ്, ഈ ആഴ്ചയും സേവ്ഡ് ആണ്. ഇവര് എന്നോ ഈ വൈൽഡ് കാർഡ് കയറി 5 അവമാരം കണ്ട് വൈൽഡ് കാർഡ് കയറിനകത്ത് ഏറ്റവും മോശം വൈൽഡ് കാർഡ് ആയിട്ട് മുദ്ര കുത്തി ഇവൻ ഇപ്പൊ എത്ര ആഴ്ചയായിടെ 28ാമത്തെ ദിവസം കയറി 63ാമത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കുകയാണ്. മോനെ സാബു, നീ എങ്ങനെയാടാ കുട്ട, ഇത് എങ്ങനെ സാധിക്കുന്നടാ? പ്രിയപ്പെട്ട 5 സ്റ്റാറുകാർ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോക്ലേറ്റിന്റെ ആഡിന് വേണ്ടിയിട്ട് ഇവനെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിനേക്കാൾ നല്ലൊരു സൂപ്പർ റിയൽ ലൈഫ് ആഡ് നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല. ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് എന്നിട്ട് ബിഗ് ബോസിന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പും കൂടെ എടുത്തിട്ടാൽ മതി, പൈസ ലാഭമാണ്. ഇവൻ പിന്നെ ഫുഡ് വ്ളോഗർ ആയിട്ട് വേണമെങ്കിൽ വിളിച്ചാൽ വരികയും ചെയ്യും. വന്ന് വിളിച്ചോണ്ട് ഷെഫ് ഡിഷ് ഇങ്ങനെ വന്ന് വിളിച്ചെടുത്തിരിക്കുകയും ചെയ്യും. സൂപ്പർ. അപ്പൊ ഷാബുമാൻ അത് കഴിഞ്ഞ് ലാലേട്ടൻ ഇവർക്കൊരു കേക്ക് കൊടുക്കും. എന്റെ പൊന്നു മക്കളെ, എനിക്കൊന്ന് ലാലേട്ടൻ കഴിഞ്ഞ വട്ടം ലാലേട്ടൻ അവാർഡ് കിട്ടിയായിരുന്നല്ലോ, ജഡ്ജ് സാഹിബ് ബൽഖി അവാർഡ്. അപ്പോൾ അതിന് ലാലേട്ടൻ അന്ന് കേക്ക് മുറിച്ചിട്ട് ഇവരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നി ഈ വട്ടം ലാലേട്ടൻ വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചോക്ലേറ്റ് കേക്ക് അകത്തോട്ട് കൊണ്ട് കൊടുക്കും. നമ്മളും കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ് റൂമിൽ 10-20 പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം അലമ്പായിരിക്കും, ഇതിനേക്കാൾ അലമ്പായിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ. ആ സമയത്ത് പോലും നമ്മൾ കേക്ക് ഒക്കെ മുറിക്കുമ്പോൾ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാറ്. എത്ര അലമ്പാണെങ്കിലും ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാറുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ക്ലാസ് ലീഡർ ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ മുറിക്കാൻ നല്ല രീതിയിൽ കഴിവുള്ള ഒരാൾ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ മുറിച്ച് തഴക്കവും പഴക്കമുള്ള ആരെങ്കിലും ഫ്രണ്ടിലോട്ട് വന്നിട്ട് സാധനം കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതാണ് ഒരു കറക്റ്റ് ഒരു മാന്യത, ആ ഒരു കേക്കിനോട് കാണിക്കുന്ന ഒരു മാന്യത. എന്നിട്ട് ഏറ്റവും അവസാനം അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര കൈയിട്ട് വാരിയെടുക്കും. എല്ലാവരും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പീസ് അധികം ഉണ്ടെങ്കിൽ കൈയിട്ട് വാരിയെടുക്കും. അത് ചെയ്യാറുണ്ട്, ഉള്ളതാണ്. പക്ഷെ എവിടെ കേക്ക്, എന്റെ പൊന്നു മക്കളെ, താണ്ട ഇത് ഒയ്യണേ ഇട്ട് മുറിക്കുകയാണ്. ജിസേൽ കണ്ട് തവിയുമായിട്ട് വന്ന് താണ്ട കോരുന്ന്. ഇതെന്തുവാ, സാമ്പാറോ അവിയലോ വല്ലോണോ തവിയുമായിട്ട് വന്ന് കോരുന്നത്? ആണ്ട 100 കിട്ടിയതും കൊണ്ട് ഓടുന്നു. ഇനി അവിടെ നിന്ന് കൈയിട്ട് വാരുമെന്നും പറഞ്ഞിട്ട് ആരെയാണ് കൈയിട്ട് വാരുന്നത്? അനുമോളാണ് മുറിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അനുമോള്, ആർക്കും അനുമോളെ കൊണ്ട് മുറിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് അനുമോളെ കൊണ്ട് മുറിപ്പിക്കാൻ നിൽക്കുന്നത്? ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരു കിഴങ്ങത്തി ഉണ്ടല്ലോ, അവളെ കിഴങ്ങത്തി തന്നെ വിളിക്കണം. അവളൊക്കെ എവിടാണ്? മിന്നി ഡൂബിന്റെ ഇവിടെ പോയി എന്ന് കണ്ടില്ലല്ലോ, ചോദിച്ചില്ല. പിന്നെ ഇവിടെ പോയി അല്ലെങ്കിൽ ക്യാപ്റ്റൻ വന്ന് മുറിക്കണം. എല്ലാത്തിനും ഫ്രണ്ട് നിൽക്കുന്ന ആളാണല്ലോ ക്യാപ്റ്റൻ. എന്ത് മുറിക്കാനുള്ള കഴിവില്ലേ? കേക്ക് മുറിക്കാൻ അറിയത്തില്ല.
അറിയത്തില്ലേ ഇത്രയും അടി ഉണ്ടാവുന്ന ഒരു കേക്കിന്റെ പേരിൽ തന്നെ ഇത്രയും അടി ഉണ്ടാവുന്ന ആ വീട്ടിൽ ഒരു ക്യാപ്റ്റനെ അറിയാമെങ്കിൽ ക്യാപ്റ്റൻ വന്ന ആ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിട്ട് മുറിക്കണം. അനുമോളെ കൊണ്ട് മുറിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അനുമോൾ അവിടെ ഈ മെയിൻ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അനുമോൾക്ക് കേക്ക് മുറിച്ച് എല്ലാവരും കൊടുക്കണം, മെയിൻ ആവണം. മറ്റേ കിച്ചണിൽ കാണിക്കുന്ന പരിപാടി ഫുഡ് എവിടെ ഉണ്ടോ അവിടെ അനുമോൾ, ഞാനാണ് മെയിൻ, ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്യും, ഇതാണ് അനുമോളുടെ ലൈൻ. അത് നല്ലൊരു കാര്യമാണ്, സംഭവം ശരിയാണ്. പക്ഷെ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ എങ്ങനെയൊക്കെ ചെയ്താലും അടി ഉണ്ടാവും. മാത്രമല്ല കൈയിട്ട് വാരാനും തവിയിട്ട് കോരാനും വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം ശവലുമായിട്ടും ഒലക്കയായിട്ടൊക്കെ ആൾക്കാർ നിൽക്കുവാണ്. അനുമോൾക്ക് ഇത് കാണുമ്പോൾ അനുമോൾക്ക് ഉരുപൊട്ടുന്നു ഇതിട്ട് കോരുമ്പോ അല്ലെങ്കിൽ കൈയിട്ട് വാരുമ്പോ. ഇവിടെ എല്ലാ എണ്ണവും വെറും അട്ടവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയ്യോ. ഇതിന്റെ പേര് പിന്നെ ആ കേക്ക് കൊടുത്തതിന്റെ പേരില് ആര്യനുമായിട്ട് അനുമോള് ബഹളം വെക്കുന്നു. ഓ ആ കേക്ക് കൊടുത്ത് ലാലേട്ടൻ വരെ ഒരുമാതിരി നാണം കിട്ടും, നാറിയ ഒരവസ്ഥ. എന്തുവാടെ ഇത്? ഒരു മാന്യത ഇല്ല, ഒരു മാന്യത ഇല്ല. ഇത് ഫുഡ്. എന്റെ പൊന്ന് ബിഗ് ബോസ്, എന്തെങ്കിലും അണ്ണാക്കിലോട് തിരികെ കൊടുക്ക്, ഇച്ചിരി റേഷൻ കൊണ്ട് വെച്ച് കട്ടിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ സോഫാ സെറ്റിയൊക്കെ എടുത്ത് വലിച്ചു പറിച്ച് കളഞ്ഞോളെ, പ്രാന്ത് മൂത്തിട്ട്. മറ്റേ ഫുഡ് കാണാതെ പ്രാന്തം കണ്ടായെന്ന് തോന്നുന്നു. എന്തുവാ ഇത്? ഒരു മര്യാദ വേണ്ട, ഒരു മര്യാദ. വിത്ത് ലവ് എന്നും പറഞ്ഞ് ലാലേട്ടൻ കൊടുത്തതാണ്, അതിന് പറയണ്ട. ഈ ഒരു കാര്യം ലാലേട്ടൻ വരുമ്പം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തയക്കണോ അതോ നിങ്ങൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുമോ? അന്നേരം അനുമോൾ എണീറ്റ് ഓവർ സ്മാർട്ട് കളി. വേണ്ട ലാലേട്ടൻ, ഇവിടെ ആർക്കും കേക്ക് കൊടുക്കണ്ട, അതായിരിക്കും നല്ലത്. അന്നേരം അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ആദ്യം എണീറ്റ് എന്ന് പറയും, അനുമോൾക്ക് കേക്ക് വേണ്ടായിരിക്കും ലാലേട്ടൻ, പക്ഷെ ഞങ്ങൾക്കൊക്കെ വേണം, ഞങ്ങൾക്ക് ഉള്ളതിന് കൊടുത്തു വിട്ടെ, അനുമോൾ കഴിക്കുന്നില്ല, കഴിക്കാതെ മാറിയെന്നുള്ളൂ. അതിലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ തിരിച്ചും കൊടുത്തേക്കണം, വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് അനുമോൾ ആണെങ്കിലും. ഇത് ഇന്ന് ആ ഒരു കാര്യം കൃത്യമായിട്ട് ആദ്യം ചെയ്തിട്ടുണ്ട്. അനുമോൾ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് അവിടെ അനുമോളുടെ ഡയലോഗിനെ കയറി കൗണ്ടർ ചെയ്തു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അനുമോളെ നോക്കിയിട്ട്. അനുമോൾ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് എടുത്തിട്ട് പോവാം, ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് അനുമോൾ എടുത്ത് ചോദിക്കുന്നത്. ആ പറഞ്ഞതും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ എന്തുകൊണ്ട് അനുമോളെ മാത്രം കുറ്റം പറയുന്നു? കൈയിട്ട് വാരി ആര്യനെയും സ്പൂണിട്ട് കോരിയ ജിസേലിനെയും എന്തുകൊണ്ട് പറയുന്നില്ല? അനുമോൾ അവിടെ മെയിൻ കളിച്ചത് ബിന്നിയുടെ പിടിപ്പേട് കൊണ്ടാണ്. സാധാരണ കേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെയാണ് സർവ് ചെയ്യേണ്ടത്. അനുമോള് നല്ല ഉദ്ദേശത്തോടാണോ പട്ടിഷോ കാണിച്ചിട്ടാണോ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അനുമോള് ചെയ്ത ആ ഒരു രീതി തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. ഒരു കേക്ക് മുറിച്ച് കൊടുക്കേണ്ടത്, കൃത്യമായിട്ട് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അനുമോളുടെ മെയിൻ കളിക്കാൻ വന്നിട്ടാണ് ആർക്കും അത്ര ഇഷ്ടപ്പെടാത്തത്. അനുമോൾക്ക് ഇച്ചിരി മെയിൻ കളി കൂടുതലുമാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കേക്ക് ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? ബാക്കിയുള്ളവർ എന്തും വരും, അതിന് ബാക്കിയുള്ളവർ അങ്ങോട്ട് വാരി എറിഞ്ഞ് തിന്നിട്ട് അവിടെ കളി ഉണ്ടാക്കിക്കൊണ്ടെന്നാ. എന്നിട്ട് ഈ ആഴ്ച അനുമോളെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടില്ല. അന്നേരം ഇത് വെച്ചിട്ട് അനുമോളെ പറഞ്ഞു വിട്ട്, അത്ര തന്നെ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മറ്റേ ഷാനവാസ് മട്ടൺ എടുത്തോണ്ട് പോയ ഒരു സാധനം ആ ഒരു സബ്ജക്ട് എടുത്തിടുന്നത്. ഷാനവാസ് എണീറ്റ് പറയാണ് അനുമോൾക്ക് ഷാനവാസിന് ഇഷ്ടമല്ല. അന്നേരം ആ ഒരു ഇഷ്ടക്കേട് അവന് കൊടുക്കുന്ന ഫുഡിനകത്തും അനുമോള് കാണിക്കുന്നുണ്ട്. ഷാനവാസ് ചെയ്ത തെറ്റിനെ ഇയാള് വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ അനുമോളിലോട്ട് ആ സാധനം ഡൈവേർട്ട് ചെയ്തിടാൻ നോക്കുകയാണ്. ആ ബിരിയാണിക്കകത്ത് നിന്ന് കൈയിട്ട് മറ്റേ മട്ടൺ എടുത്തോണ്ട് പോകുന്നത് അത് വെറും പോക്കറിത്തരം തന്നെയാണ് ഷാനവാസ് എന്ന് കാണിച്ചത്. അന്ന് ഇയാൾ തുള്ളി ഇങ്ങനെ കളിച്ച് ജില്ലിഞ്ഞും പറഞ്ഞിട്ട് എന്നാന്ന് പറഞ്ഞ് എടുത്തോണ്ട് അങ്ങ് പോയേക്കാന്നില്ല, കുട്ടികൾ കളിക്കുന്നതിന്റെ കൂട്ട്. അത് ഷാനവാസ് കാണിച്ചത് പോക്കറിത്തരം തന്നെയാണ്. അതിന് ഇയാൾ ഇനി വേറെ തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ കൊണ്ടുവന്ന ഹൽവ അനുമോള് കട്ടതിനെ പറ്റി നെക്സ്റ്റ് ആ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് തന്നെ ഇങ്ങനെയുള്ള ഈ തീട്ട കേസുകളൊക്കെ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മറ്റേ അക്ബറും അനീഷും തമ്മിലുള്ള ഒരു ഇഷ്യൂ, അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ വന്നിപ്പോ ചോദിക്കുന്ന സബ്ജക്ട്സ് നേരത്തെ ഉത്സിതമായിരുന്നു. അത് ആ കാർഡ് കീറിയതിനു ശേഷം ഇപ്പൊ വന്ന് ചോദിക്കുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണ്? കേക്കിനടി, മട്ടൻകാലിനടി, ചപ്പാത്തി ഒട്ടിപ്പിടിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, എല്ലാം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്ക്. എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസിനകത്ത് ഫുഡിന് വേണ്ടി ഇത്രയും അടി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഫുഡേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ സീസണിലുള്ള ആളുകൾ മാത്രം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ഇതുണ്ടാക്കുന്നതെന്ന്. ബിഗ് ബോസ് ഒന്നും കൊടുക്കുന്നില്ല ഇവർക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ മനഃപൂർവ്വം ഇവര് കോണ്ടന്റിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള തൊട്ടി പരിപാടി കയറി പിടിക്കുന്നതാണോ? അത് കഴിഞ്ഞിട്ട് ആര്യൻ ജിസേൽ ആ ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കുകയാണ്. ആര്യൻ ഇപ്പൊ ലക്ഷ്മി എടുത്താണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലക്ഷ്മി എടുത്താണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് എന്നാണ് ജിസേലിന്റെ ഒരു പരാതി. ജിസേൽ സംസാരിക്കുന്ന സമയത്ത് ആര്യൻ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ലക്ഷ്മി വന്ന സമയത്ത് ലക്ഷ്മി എടുത്തിട്ട് സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ് ജിസേൽ പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആര്യൻ കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് വെക്കാവേ. ലക്ഷ്മി ആകുമ്പോൾ എന്ന് പറയാറില്ല, ജിസേൽ ആകുമ്പോൾ എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ ആ ഒരു അത് ജിസേലിന് കൊള്ളും. ജിസേലിനെ എന്ന് വിളിച്ചത് മനസ്സിലായോ? ഇപ്പൊ ലക്ഷ്മിയുടെ സംസാരിക്കുന്നതിനെ പറ്റി ഇവൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാനൊന്ന് വെക്കാവേ. അയ്യോ, പറയുന്ന പറച്ചിൽ കേൾക്കണം. ലക്ഷ്മി ചോദിക്കും ഉത്തരം പറയും, എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും. ലക്ഷ്മി ചോദിക്കും ഉത്തരം പറയും, എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും. എടാ മോനെ, പറയുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കള്ളത്തരം പറയടാ കൂട്ടാ. നീ ഇങ്ങനെ കടന്നെങ്ങും
മെഴുകി മെഴുകി ഇങ്ങനെ അങ്ങ് പോവാതെ ഭയങ്കര മെഴുകല് എന്ത് കണ്ടോണ്ടിരിക്കാൻ നമ്മൾ പൊട്ടന്മാരല്ലടേ. നീ ഇങ്ങനെ കള്ളത്തിലേക്ക് പറയാതെ. നിനക്ക് ജിസേലിനോട് പഴയ ഒരു സ്നേഹം ഇല്ല. ഇവൻ നൈസായിട്ട് ജിസേലിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി. ലാലേട്ടൻ എല്ലാവരും ഞങ്ങൾ തമ്മിൽ വേറെ സാധനമാണെന്ന് പറയുന്നു, അതൊക്കെ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജിസേലിൽ നിന്ന് ഡൈവേർട്ടായി ലക്ഷ്മിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇയാൾ കയറിയിരുന്നൊക്കെ മെഴുകുക കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ മറ്റേ ജിസേലിന്റെ ഒനീല്, ഷാനവാസ് ആൻഡ് അക്ബർ ഇവരെല്ലാരും കൂടി ഇരുന്ന് ആ സംസാരിക്കുന്ന ഒരു സാധനം, ഇതൊരു പ്രാങ്ക് ആണെന്നാണ് ലാലേട്ടൻ വന്ന് പറയുന്നത്. ഓക്കെ, ഇവരെല്ലാരും കൂടെ ജിസേലിനെ പ്രാങ്ക് ചെയ്തേക്കാണ് എന്ന്. അപ്പൊ ഈ ഒനിയിലൊക്കെ ആണെങ്കിൽ ആര്യനെ ലക്ഷ്മി എടുത്ത് കാര്യമൊക്കെ എടുത്തിടും. അങ്ങനെ ജിസേലിനെ ഇങ്ങനെ ഇട്ട് മൂപ്പിക്കും ഇവരെല്ലാരും കൂടി. മൂപ്പിക്കുന്ന സമയത്ത് ജിസേൽ പറയുന്നുണ്ട് ഇവൻ മണ്ടൻ, ആര്യം വെറും മണ്ടൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു സാധനമൊക്കെ എടുത്ത് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോണ്ടന്റ് തന്നെ ഡെഡ് ആയ ഒരു സാധനമാണ്. ഇപ്പൊ ജിസേൽ നാളത്തെയും കൂടെ ആകുമ്പോഴത്തേക്ക് അത് ഡെഡ് ആവും. ഈ ഒരു സാധനം ഡെഡ് ആവും. അത് എന്തുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് സ്പോയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല. അതിനുശേഷമാണ് ഷാനവാസിന്റെ ശവന്തീനി പ്രയോഗത്തെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നത്. അക്ബർ എന്തെങ്കിലും പറയുവാണെങ്കിൽ അക്ബറിനെ ശവന്തീനി എന്നുള്ള രീതിയിലാണ് ഷാനവാസ് വിളിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഷാനവാസിന്റെ അണ്ണാക്കിൽ അടിക്കുന്ന പോലത്തെ ഒരു മറുപടിയാണ് അക്ബർ കൊടുക്കുന്നത്. പ്രോപ്പർ കൗണ്ടർ, പ്രോപ്പർ തഗ്. അക്ബർ എന്തെന്ന് പറയാണ്, ലാലേട്ടൻ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ശവന്തീനിയാണ്. അപ്പം ഷാനവാസ് ആരാ? ശവോ? നമ്മുടെ കൺവിൻസിങ് സൂപ്പർ സ്റ്റാറിന് ഒന്നും മിണ്ടാൻ പറ്റാതായി പോയി. ചിരിച്ചുകൊണ്ടങ്ങ് ഇരിക്കുക അവിടെ. അടിപൊളി കൗണ്ടർ. അക്ബറിന്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ കയറിയെങ്കിലേ ഉള്ളൂ. അത് അതിന്റെ അകത്തുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പുറത്ത് ഓഡിയൻസിന് ഈ ഒരു ഇന്നത്തെ ഒരു കാര്യം കൃത്യമായിട്ട് അക്ബറിന്റെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അന്തിച്ചർച്ചകൾ കുറെ നടക്കുന്നുണ്ട്. അക്ബറും ഒനീലും തമ്മിൽ, ഒനീലും ജിസേലും തമ്മിൽ, അക്ബറും ജിസേലും തമ്മിൽ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഈ ആര്യന്റെയും ജിസേലിന്റെയും ആ ഒരു മാറ്ററിനെ പറ്റി. ഒനീൽ ഈ ഒരു കാര്യം എടുത്തിടുന്നുണ്ടായിരുന്നു ഈ അടി ഉണ്ടാകുന്ന സമയത്ത്. ആരുടെ? ഈ ആര്യനും ജിസേലിന്റെ ഒരു മാറ്റർ എടുത്തിടുന്നുണ്ടായിരുന്നു. അന്നേരം ഇതിനെപ്പറ്റി അക്ബർ ഒനീലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ അടി ഉണ്ടാകുമ്പോൾ ആ ഒരു മാറ്റർ എടുത്തിടേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ആ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ടിവിയിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒനീലിന്റെ അടുത്ത് അക്ബർ പറയുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനൊന്നും ഇല്ല, അത് നമ്മുടെ തോന്നലാണ്. അന്നേരം ഒനീൽ കൃത്യമായി പറയുന്നുണ്ട്, തോന്നലല്ല, എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഈ പറയുന്ന കോൺവെർസേഷൻ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ജിസേലും അക്ബറും കൂടി ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്ന എടുത്തിടുന്നുണ്ട്. പിന്നീട് ഒനീലും ജിസേലും തമ്മിൽ അക്ബറിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യവും എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ 3 ക്ലിപ്പ് എടുത്തിട്ടിട്ട് ഇവർക്ക് കാര്യം പിടിയിട്ടില്ല. ഒനീൽ അവിടെ കൃത്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റിനകത്ത് എടുത്തിട്ടിട്ട് ഇവരെ അടിക്കാൻ ശ്രമിക്കുകയാണ്. ആരെയാണ്? ആര്യനെയും ജിസേലിനെയും അടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഒനീലാണ് കൃത്യമായിട്ടുള്ള മാനിപ്പുലേഷൻ കാണിച്ചത്. അക്ബർ അവിടെ വളരെ ജെനുവിനായിട്ട് ആ ഒരു സബ്ജക്ട് അവിടെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഒനീൽ പറയുന്നുണ്ട് ഞാൻ ആ ഒരു സബ്ജക്ട് അടിക്കാൻ അത് പിടിക്കാൻ വലിയ താല്പര്യമില്ല, അത് ഞാൻ എടുത്തിടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒനീൽ പലപ്പോഴായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പം അഭി പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച വരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാത്രി ഇരുന്നിട്ട് ഒനീൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അന്ന് അഭി ഇരുന്ന് പറയുന്നുണ്ട് അവർ എന്ത് കൊണാപ്പെങ്കിലും കാണിക്കണം, നമുക്ക് അതിന്റെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അഭി അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴും ഒനീലാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അവിടെ സംസാരിക്കുകയും ആളുകളിലോട്ട് ഈ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്ബറാണ് വന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സബ്ജക്ട് അതിനെപ്പറ്റി എന്തിനാണ് അത് എടുത്തിട്ട് സംസാരിക്കുന്നതെന്ന്. ഇത് കൃത്യമായി വീഡിയോ അടക്കം എടുത്തിട്ട് കാണിച്ചിട്ടും ഒനീൽ എണീറ്റ് ചെയ്ത് ന്യായീകരിക്കുകയാണ്. അത് അക്ബറിന്റെ ഭാഗത്താണ് തെറ്റ്, അക്ബർ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞിട്ട്. ജിസേലിന് ഇപ്പോഴും കാര്യം പിടിയിട്ടില്ല. ജിസേൽ എണീറ്റ് കണ്ടിട്ട് ഒനീലിനെയും അക്ബറിനെയും കുറ്റം പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ പ്ലേ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഉത്സാഹം കാണിച്ച ഷാനവാസിന് എന്തായാലും കാര്യം പിടിയിട്ടെന്നാണ് തോന്നുന്നത്. കാര്യം ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല. ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഉത്സാഹം ഒന്നും ഷാനവാസിന് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമില്ല. പക്ഷെ അക്ബർ അവിടെ കൃത്യമായിട്ട് ആ ഒരു കാര്യം അവിടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിസേലിന് കൃത്യമായിട്ട് ഒനീൽ അവിടെ ഡബിൾ പ്ലേ കളിച്ച പോലെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഒനീൽ എവിക്റ്റ് ആയി പോവാണല്ലോ. അന്നേരം ഒനീൽ ഇനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടി വല്ലതും വന്നേനെ. ഒനീൽ ഔട്ടായി പോകുന്നത് കൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ഇനി അവിടെ സംസാരിച്ചുകൊണ്ട് പോലും പ്രസക്തി ഇല്ലാതായി പോയി. ഈ ഒരു സബ്ജക്റ്റിനെ ചൊല്ലി അവിടെ ഒനീലും അക്ബറും തമ്മിൽ നല്ല രീതിയിൽ ഒരു വാക്കുകയറ്റമൊക്കെ ഉണ്ടാവും. പോകുന്ന ദിവസം തന്നെ ഒനീലിനെ കൊണ്ട് നല്ലൊരു അടിയാണ് ബിഗ് ബോസ് ഉണ്ടാക്കിച്ചത്. ഇതാണ് കുറച്ച് മുമ്പ് അക്ബർ എന്ന് പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ അടി ഉണ്ടാക്കുകയൊന്ന്. ഇപ്പൊ പോകുന്ന ദിവസം തന്നെ ഈ ചെറുക്കനെ കൊണ്ട് ഇങ്ങനെ അടി ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അതിന്റെ ഇടയ്ക്കൂടെ ജിസേൽ എന്റെ മമ്മി കാണുന്നുണ്ടോ ഒനീല, നീങ്ങളെ എന്തിനാണ് ഈ ടോപ്പിക് എടുത്തിടുന്നത്, അവര് വല്ലതൊക്കെ വിചാരിക്കും. മമ്മിയെ ഭയങ്കര പേടി കേട്ടോ ജിസേലിന്. മമ്മി വന്നപ്പോ എന്തൊക്കെയോ നല്ല രീതിയിൽ കൊടുത്തു തോന്നുന്നു. മമ്മിയെ നല്ല പേടിയുണ്ട്, പൊന്നും പറ്റിച്ച് പൊളിയാട്ടോ. ഇതിന് ശേഷമാണ് ഗൈസ് എവിക്ഷൻ. ആദ്യത്തെ ഈ വട്ടത്തെ എവിക്ഷനകത്ത് വരുന്നത് സാബുമാൻ, ലക്ഷ്മി, അതുപോലെ തന്നെ ഒനീല്, അനുമോള്. ഈ ടി വിക്കകത്തോടെ ഇങ്ങനെ സാധനം പോകും, ഇങ്ങനെ കറങ്ങി പോവും.
ഇങ്ങനെ കറങ്ങി പോകുന്ന സമയത്ത് ആ ടിവിക്കകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും നിങ്ങൾ സേവ് ഇടും ഇങ്ങനെ എഴുതി കാണിക്കും. ആദ്യം അനുമോള് സേവ് ആവും, അത് കഴിഞ്ഞിട്ട് സാബുമാൻ സേവ് ആവും. അയ്യോ സാബുമാനൊക്കെ സേവ് ആയപ്പോഴത്തേക്ക് അവൻ തന്നെ ഞെട്ടി. പണ്ടാരം ഞാൻ ഈ വട്ടവും ഔട്ടായില്ലേ, ഞാൻ രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ സാബുമാനൊക്കെ വൻ ലോട്ടറി ആട്ടോ അടിച്ചത്. അതിനുശേഷം ഏറ്റവും അവസാനം ലക്ഷ്മി ആൻഡ് ഒനീലും കൂടാണ്, രണ്ടുപേരും കൂടാണ് വരുന്നത്. ഈ വട്ടത്തെ എവിക്ഷൻ എങ്ങനെയാണ്, അതും ടിവിക്കകത്തൂടാണ് കാണിക്കുന്നത്. ഇപ്പൊ ടിവിക്കകത്ത് ആരുടെ വീഡിയോ ആണോ കാണിക്കുന്നത് അവര് എവിക്റ്റ് ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ കൗണ്ട് ഡൗൺ എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് കണ്ട് ഇതുപോലെ യു എവിക്റ്റഡ് എന്നും പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒനീലിന്റെ ഇൻട്രോ ഒക്കെ സോങ് കാണിച്ചിട്ട് എവിക്റ്റ് ചെയ്ത് വിടുന്ന പരിപാടിയായി പോയി കേട്ടോ. എന്താണെങ്കിലും കൊള്ളാം. ഒനീലിന്റെ വീഡിയോ കാണിച്ചു ഒനീലിനെ വീട്ടിൽ പറഞ്ഞു. ഇതുവരെ കരയാത്ത ലക്ഷ്മിയൊക്കെ നമ്മുടെ കണ്ണുനീർ തുള്ളിയൊക്കെ വീഴുന്നുണ്ട്. കള്ളക്കരച്ചിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. വോട്ട് മേടിക്കാനുള്ള പരിപാടി വല്ലതും ആയിരിക്കും. ഒനീലിന്റെയും കൂടി സപ്പോർട്ട് മേടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഓടി നടന്ന് ഉമ്മ കൊടുത്ത് ഒനീല് ഹൗസിനോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഗായ്സ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കോണ്ടന്റ് ഡെഡ് ആയിപ്പോയി. ഒനീൽ അവിടെ ഇല്ല. ഇനി ആ സാധനം ഇനി ആരോട് സംസാരിക്കും? ഒനീലൊക്കെ എന്നേ പോകേണ്ട ടീമാണ്. പിന്നെ കുറെ കഴിഞ്ഞ് ഒരു 3-4 വീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒനീൽ ഒന്ന് ഇംപ്രൂവ് ആയിട്ട് വന്നത്. ഒനീൽ ഇംപ്രൂവ് ആയി വന്ന ഒരു ഗെയിമറാണ്. ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത ഒരുപാട് കണ്ടസ്റ്റന്റ് സ്റ്റിൽ ആ ഒരു ഹൗസിനകത്തുണ്ട്. അന്നേരം ഒനീലിനെയൊക്കെ പറഞ്ഞു വിടുന്നത് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. എന്താണെങ്കിലും ഉറ്റ ചങ്ങാതിമാരായിട്ടുള്ള അബിയും ഒനീലും അടുത്തടുത്ത ആഴ്ചയിൽ പുറത്തായല്ലോ. ഇപ്പൊ രണ്ടുപേർക്ക് സന്തോഷമായല്ലോ. പിന്നെ ഒനീൽ ഹൗസിലോട്ട് വന്നത് തന്നെ അമ്മയുടെ ആഗ്രഹം സബലീകരിക്കാനായിട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം അമ്മ വന്നിട്ട് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, എന്റെ മകൻ ബിഗ് ബോസ് ഹൗസിൽ പോവുകയും ബിഗ് ബോസ് ഹൗസിലോട്ട് എനിക്കൊന്ന് വരിക, അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. അതാണെങ്കിലും പുള്ളിക്കാരത്തിന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കേട്ടോ. ആഗ്രഹം സാധിച്ച് 2ന്റെ അന്ന് മോൻ ഔട്ടായി. കൊള്ളാം. അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് മോൻ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നു. നല്ല കാര്യം. അങ്ങനെ ഏറ്റവും അവസാനം ലാലേട്ടനെയും കെട്ടിപ്പിടിച്ച് കാലൊക്കെ തൊട്ട് എഴുതി ഒനീൽ പോവുകയാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങയുടെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാനുള്ള ഭാഗ്യം. ലാലേട്ടൻ അത് കാര്യം മറന്നില്ല കേട്ടോ. ഒനീൽ മറ്റേ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, ലാലേട്ടന്റെ മറ്റേ എന്തോ കിച്ചനടെ ടപ്പിനിയാക്കി കിച്ചണിൽ വന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലാലേട്ടൻ തരണമെന്ന് പറഞ്ഞ കാര്യം ലാലേട്ടൻ മറന്നിട്ടില്ല. ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന്. മേ ബി മിക്കവാറും ലാലേട്ടൻ ഒനീലിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും കൊള്ളാം, നല്ല കാര്യം. ഇതിനുശേഷം ലാലേട്ടൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവും. ലക്ഷ്മി തമ്പുറാട്ടി താണ്ട ഒനീലിനെ ഓർത്തിരിക്കുകയാണ്. ഒനീലിന്റെ അമ്മ എന്നോട് ക്ഷമിക്കില്ലായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് ലക്ഷ്മി വളരെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം പിന്നെ അവിടെ ഇരുന്നിട്ട് വളരെ മാന്യമായി ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആര്യനും ജിസയിലും തമ്മിലുള്ള ഒരു കുണുകുണു വർത്താനം ഒക്കെയാണ്. ആര്യൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എടീ ആ ലക്ഷ്മിയുടെ പേരൊന്നും പറഞ്ഞ് എന്നെ ഇതിനകത്തോട്ട് വലിച്ചഴിക്കല്ലേ, അവർക്കൊരു കൊച്ചും ഒരു ഹസ്ബൻഡും ഉള്ളതാ, ഞാൻ ഇനി അവരുമായിട്ട് വേറെ വല്ലതാന്നും പറഞ്ഞ് പഠിച്ചു ഇറക്കല്ലോ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആട്ടുകാർ അങ്ങനെയൊക്കെ വിചാരിക്കുമെന്നും പറഞ്ഞ് ആര്യൻ ജിസയിലിനെ തൊഴുതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമായിരുന്നു ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ സംഭവിച്ചത്. കൂടുതലൊന്നും ഇല്ല. നാളെ ഒരു അൺഫെയർ എവിക്ഷൻ ആണ് നടക്കുന്നത്. കാര്യം നാളെ നോമിനേഷനകത്തുള്ളത് ആദില, ജിസൈൽ, നൂറ ആൻഡ് നെവിൻ. ഇവര് 4 പേരുമാണ് നാളെ എവിക്ഷനകത്തുള്ളത്. ഈ 4 പേരിൽ ഏറ്റവും പോവാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തി ആദിലയാണ്. പക്ഷെ ആദില അല്ല പോകുന്നത്, വേറൊരാളാണ്. ആ വ്യക്തിയുടെ പേര് ഓൾറെഡി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തായാലും അത് സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നാളെ അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, കൂടുതലൊന്നും സംസാരിക്കാനില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെറിയൊരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ.